ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമ്മുടെ മണി ചലഞ്ചിങ് ഡേ 5th ഡേ ആണല്ലേ. ഇതുവരെയുള്ള പ്രാക്ടീസൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. അത് കൃത്യമായ സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. ഓക്കെ. പിന്നെ ഈ പണം കിട്ടാനായിട്ട് നിങ്ങളായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ നിങ്ങൾ ചെയ്യുക. ആത്മവിശ്വാസത്തോടു കൂടി ആ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വിജയം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പണം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഇനി ഒരു കർമ്മവും ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ നിസ്സഹായനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകൂ. കർമ്മങ്ങൾ ചെയ്യാനുള്ള വാതിലുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. എന്തായാലും നിങ്ങൾ സമ്പദ് സമൃദ്ധിയോടുകൂടി സകല സൗഭാഗ്യങ്ങളോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ ചെയ്യും. അത് ആഴത്തിലങ്ങ് വിശ്വസിക്കുക. ഓക്കെ. സന്തോഷത്തോടു കൂടി വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിൽ കാശ് വരുമ്പോൾ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേ സ്വപ്നങ്ങൾ ഗോൾ ലിസ്റ്റിൽ എഴുതി നിറയ്ക്കൂ. അതൊക്കെ ആ സമ്പത്ത് നിങ്ങളിലേക്ക് വരുമെന്നുള്ള വിശ്വാസത്തെയാണ് കൂടുതൽ ആഴത്തിൽ എത്തിക്കുന്നത്. ഓക്കെ. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. പലപ്പോഴും പണമില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രം വേണ്ടാന്ന് വെച്ച ഒരുപാട് സ്വപ്നങ്ങളില്ലേ. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കൂ, പണം വരുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വാങ്ങണം, ഇതൊക്കെ സ്വന്തമാക്കണം, എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കണം, എൻ്റെ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ പണം ഇല്ലാത്തത് കൊണ്ട് മാത്രം പോട്ടെ, വേണ്ടാന്ന് വെച്ചതെല്ലാം ഓർത്തെടുക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് സന്തോഷമായിട്ട് എഴുതുക. അത് വാങ്ങിക്കൊടുക്കുന്ന ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്ന നിമിഷം സന്തോഷത്തോടു കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഗോൾ ലിസ്റ്റിൽ എഴുതി നിറക്കും. നോക്കൂ, അധികം താമസിക്കേണ്ട. ആ എഴുതിയ സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. ഓക്കെ. സന്തോഷമായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസും എന്നത്തെയും പോലെയാണ്. അഫർമേഷൻ, സ്വിച്ച് വേർഡ്സ്, അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും പറയാനായിട്ടുള്ള അഫർമേഷൻ. ഓക്കെ. ഈ പ്രാക്ടീസുകളൊക്കെ കഴിയുന്നത് നിങ്ങൾ എഴുതാനും കൂടെ ശ്രമിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇതിൽ അത്രത്തോളം മണി എന്ന ശബ്ദം ആവർത്തിക്കുകയല്ലേ, എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഡെയിലി മണി അഫർമേഷൻസ് എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്. എഴുതുന്നത് പറയുന്നതിനേക്കാൾ റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടും കേട്ടോ. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യങ്ങൾ അത് അഫർമേഷനാക്കി കൂടുതലും എഴുതാനും കൂടെ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കൂടെ പറയുകയും വിശ്വാസത്തോടു കൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളത് ചാൻറ്റ് ചെയ്യുക. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. I appreciate the flow of money in my life. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. Money flows to me every day and every way. I accept and receive unexpected money. 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 I am receiving more than enough 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 money.
I am receiving more than enough money. I am receiving more than enough money. I am receiving more than enough money. I am receiving more than enough money. I am receiving more than enough money. I am receiving more than enough money. I am receiving more than enough money. I allow money to flow into my life. 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 ഓക്കെ, ഇനി സ്വിച്ച് വേർഡ് പറയും കേട്ടോ. സഡൻലി 5 to 0 കൗണ്ട്. 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 Suddenly 5 to 0 count. 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 പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. 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 താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു മണി. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ എന്നും അതായത് അടുത്ത ഓഡിയോ വരുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. വിശ്വാസത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ പറഞ്ഞ അഫർമേഷനിലെ പണം ചെലവാക്കും തോറും ഇരട്ടിയായി എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും ഉള്ള പ്രശ്നം അങ്ങനെയാണ്. പണം വരുന്നു, ചെലവാകുന്നു, തീർന്നു പോകുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് അത് ചെലവാക്കും തോറും ഇരട്ടിയായിട്ട് എന്നിലേക്ക് വരുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്നിടത്തോളം കാലം ചിലവാകും തോറും അതിനിരട്ടിയായിട്ട് വരുന്ന ഒരു സാഹചര്യം വരും കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട്
കൃത്യമായിട്ട് ചിലവാക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വരും. പണം ചിലവാക്കുമ്പോൾ വിഷമിച്ചല്ല ചിലവാക്കേണ്ടത്, സന്തോഷത്തോടു കൂടി ഇരട്ടിയായിട്ട് ഈ അഫർമേഷനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചിലവാക്കും. നോക്കൂ, പോകുന്ന പൈസ അതുപോലെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരുന്ന അത്ഭുതം കാണാൻ സാധിക്കും കേട്ടോ. എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്തുക കേട്ടോ. പൈസ ചിലർ പറയില്ലേ, പൈസ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം വരും അത് ചിലവാകാൻ. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്രോഗ്രാമായി പോയിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കുക. അതൊന്നുമല്ല, പൈസ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, ഇതിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രാക്ടീസ് കൂടെ നിങ്ങൾ ചെയ്തുകൊള്ളുക. നിങ്ങൾ പണം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ നേടിയെടുത്ത കുറേ കാര്യങ്ങൾക്കൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പണം ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്ത സൗഭാഗ്യം നിറഞ്ഞ എൻ്റെ വീടിന് നന്ദി, പണം ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്ത എൻ്റെ വാഹനങ്ങൾക്ക് നന്ദി, പണം ഉപയോഗിച്ച് നേടിയെടുത്ത മൊബൈൽ ഫോണിന് നന്ദി. വീട്ടിലെ ഈ പണം ഉപയോഗിച്ചെന്ന് തന്നെ പറയുക. പണം എന്ന ശബ്ദം എത്രത്തോളം ആവർത്തിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഓക്കെ, പണം എന്ന് പറയുമ്പോഴേ നിങ്ങൾ സന്തോഷിക്കുക. അത് നിങ്ങൾ ഉള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്കും മേലെ നിങ്ങൾ സമ്പദ് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിങ്ങളിലേക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിട്ട് പ്രാക്ടീസുകളൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ഓഡിയോയിൽ കാണുന്നത് വരെ ബൈ.